നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. നാളെ അല്ല, ആക്ച്വലി ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. നാളെ വേദയ്ക്ക് സ്കൂൾ അടയ്ക്കുകയാണ്. ഗവൺമെൻറ് സ്കൂളിനൊക്കെ കേട്ടോ 24th അടയ്ക്കുന്നത്. വേദയ്ക്ക് നാളെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി അങ്ങനെ പ്ലാൻ ചെയ്താണ് ഇരുന്നത്. അഥവാ സ്കൂൾ ക്ലോസ് ചെയ്തില്ലെന്നെങ്കിൽ വേദ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കാനായിട്ടോ. വേദയ്ക്ക് സെലിബ്രേഷൻ കഴിഞ്ഞ് പോകാവുന്നൊരു ഡിമാൻഡ് വെച്ചിട്ടാണ് വേദ കൂടെ വരുന്നത്. ഭാഗ്യത്തിന് നല്ല മെസ്സേജ് വന്നു 19th എന്നെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ 12 o'clock വരെ ഒക്കെ പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പോകുന്നതിന് മുന്നേ കുറച്ച് ഒരുക്കങ്ങളൊക്കെ വേണ്ടേ. ഞാനൊന്ന് നെയിൽ ചെയ്യാമെന്ന് എഴുതിയിട്ട് ഒരു നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യണം. എനിക്കൊന്ന് ഹെയർ സ്പാ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഹെയർ സ്പാ ഞാൻ നാളെ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതി. ഇന്നിപ്പോൾ നെയിൽ എക്സ്റ്റൻഷന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. DS മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് നെയിൽ ചെയ്യാനായിട്ട്. പിന്നെ വേറെ ഒന്ന് രണ്ട് കുറച്ച് ടാബ്ലറ്റ്സ് വാങ്ങിക്കണം. പിന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് പോകാനായിട്ട്. ഫസ്റ്റ് നമ്മൾ മെഡിസിൻസ് ഒക്കെ വാങ്ങാൻ പോവുകയാണ്. ടാബ്ലറ്റ്സ് ഫസ്റ്റ് ലൂസ് മോഷൻ്റെ ടാബ്ലറ്റ്, ഗ്യാസിൻ്റെ ടാബ്ലറ്റ്, തലവേദന, പിന്നെന്താണ് പനിയുടെയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഡോളോ, പിന്നെ അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും. പിന്നെ വേണ്ടത് വാഷിംഗ് പൗഡർ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വാഷിംഗ് ഉണ്ടെങ്കിൽ അതിനായിട്ട്. അവിടെയെങ്കിലും പോയാൽ തുണി കഴുകിയിട്ടാൽ ഉണങ്ങത്തില്ല. അപ്പോൾ പുറത്ത് ഡ്രൈ വാഷ് പോലുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുകയാണ് പതിവ്. അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. എങ്കിലും ഒരു എമർജൻസിക്കെല്ലാം നമ്മൾ കയ്യിൽ വെച്ചിരിക്കണമല്ലോ. പിന്നെ ഈ ഡോവിൻ്റെ സാമ്പിൾ പാക്കറ്റ് ഷാമ്പുവും കണ്ടീഷണറും കൂടി ഉള്ളത് കിട്ടും കേട്ടോ. അത് നല്ലതാണ് ട്രാവൽ ചെയ്യുമ്പോൾ. അല്ലാത്തതിനല്ല, ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് അതിൻ്റെ 2-3 സഷേ പാക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ആയിട്ട് ആദ്യം മെഡിക്കൽ സ്റ്റോറിൽ വന്നു. അവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നേരെ അടുത്തെന്താണ് നമ്മൾ നെയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. നെയിൽ ചെയ്യാനായിട്ട് പോകുന്നത് ചെങ്കോട്ടുകോണത്താണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾക്ക് കാണാം. ആവശ്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് അത് മാറ്റിയിട്ട് അടുത്തത് കാണാവേ. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയെന്ന് വയ്ക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ. പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ. സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങും ആണേ. എന്തായാലും ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ചെങ്കോട്ടുകോണത്തുള്ള DS മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ദിവ്യ. ഈ ഒരു DS മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഓൾ ഇൻ ഹോളാണ് ദിവ്യ. ആക്ച്വലി ഞാൻ ദിവ്യയെ പരിചയപ്പെടുന്നത് മൈക്രോ ബ്ലാഡിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ടാണ്. പക്ഷേ ഇവർക്ക് ഒരു ചെറിയ റിനോവേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് കൊണ്ട് അത് ഞാൻ തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ദിവ്യ നെയിലാട്ടും ചെയ്യുമെന്ന് ഞാൻ കണ്ടത്, അവരുടെ പേജിൽ കണ്ടത്. അങ്ങനെ ഞാൻ ദിവ്യയോട് ചോദിച്ചു നെയിലാട്ടും ചെയ്യുമെന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ദിവ്യയെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ നെയിലാട്ട് ചെയ്യാനായിട്ട് ചെങ്കോട്ടുകോണത്തുള്ള DS മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ് വന്നിട്ടുള്ളത്. നല്ല പ്രൊഫഷണലായിട്ടാണ് ദിവ്യ ചെയ്യുന്നത്. അവരുടെ ആ ഒരു സ്റ്റുഡിയോയുടെ ഇൻറ്റീരിയറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു അടിപൊളി സെറ്റപ്പ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ദിവ്യയുടെ ഈ ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ദിവ്യയുടെ പ്രൊഫഷനൊക്കെ വേറെയാണ്. പക്ഷേ ദിവ്യയ്ക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇതിലേക്ക് തിരിഞ്ഞതാണ്. ദിവ്യ ബോംബെയിൽ പോയിട്ടാണ് നെയിലാർട്ട് പഠിച്ചത്. പിന്നെ ഓരോ സ്ഥലത്ത് പോയി ആണ് പഠിച്ചത്. എല്ലാം കൂടെ പാക്കേജ് ആയിട്ട് ഇപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ ദിവ്യ അതിൻ്റേതായ സ്ഥലത്ത് പോയി അവിടെ ചെന്ന് പ്രൊഫഷണലായിട്ടാണ് ഓരോന്നും പഠിച്ചത് കേട്ടോ. അത് അറിഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും ദിവ്യ തന്നെ ചൂസ് ചെയ്യാമെന്ന് കരുതിയത്. ഞാൻ ഇതിന് മുന്നേ നെയിലാർട്ട് ചെയ്തിട്ടുണ്ട്.
എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല ആർട്ടിഫിഷ്യൽ നെയിൽ വയ്ക്കുന്ന കാര്യത്തിൽ. പക്ഷേ നമ്മളിപ്പോൾ നാളെ അങ്ങോട്ടേക്കൊക്കെ പോകുന്നു, എനിക്ക് പിന്നെ ഇനി കിച്ചണിൽ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ കരുതി നെയിൽ ആർട്ട് ചെയ്തേക്കാം. എനിക്കൊരു ഭയങ്കര കൊതി വന്നു കേട്ടോ. പൊതുവേ എൻ്റെ ഒരു നഖത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒട്ടും കട്ടിയില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ കുറച്ച് വളർത്തിയിട്ടുണ്ട്, അത് ആ ഒരു ഇഞ്ച് നിന്ന് മുകളിലോട്ട് വളർന്ന് വരത്തേയില്ല, പൊട്ടി പോവും. റൈറ്റ് ഹാൻഡിലാണെങ്കിൽ ഒട്ടും വളരത്തില്ല, ഒരു ശക്കലം വരും, വീണ്ടും പൊട്ടിപ്പോവും. അതുകൊണ്ട് എനിക്ക് വളർത്താൻ പറ്റില്ല. നെയിൽ പോളിഷൊക്കെ ഇട്ടാൽ അടുത്ത ദിവസം തന്നെ എൻ്റെ നെയിൽ പൊട്ടിപ്പോകും കേട്ടോ. അത്രയും സോഫ്റ്റായിട്ടുള്ള നെയിലാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ എനിക്ക് നെയിൽ വളർത്തുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എല്ലാവരും ഭയങ്കര ഷോ ഒക്കെ കാണിക്കുകയില്ലേ, നെയിൽ എക്സ്റ്റൻഷനൊക്കെ ചെയ്ത് നെയിൽ ആർട്ടൊക്കെ ചെയ്ത് കാണിക്കുകയില്ല. അപ്പോൾ ഞാനും ഒന്ന് ഷോ ഇറക്കാമെന്ന് കരുതിയിട്ടാണ് ദിവ്യയെ കോൺടാക്ട് ചെയ്യുന്നതും വരുന്നതും കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെയൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. ഓരോ കാര്യങ്ങളും എന്ത് പെർഫെക്ഷനോട് കൂടിയാണ് ദിവ്യ ചെയ്യുന്നതും അവിടെ ചെയ്ത് വച്ചിട്ടുള്ളതായാലും. ഇപ്പോൾ ഒരു 1 month ആയിട്ടേ ഉള്ളൂ അവരുടെ ഈ ഒരു സലൂൺ ഓപ്പൺ ആയിട്ട്. പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞില്ലേ, കണ്ടിട്ട് ആ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇൻറ്റീരിയർ എവിടെ കൊടുത്താൽ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ദിവ്യ പറയാം, ദിവ്യയുടെ ഐഡിയാസാണ് കൂടുതലും. എല്ലാം ഓരോ സ്ഥലത്തും പോയി ഓരോ സാധനങ്ങളും അതിൻ്റേതായ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് ഒക്കെ എല്ലാം അതിൻ്റെ പക്കായിട്ട് ചെയ്യുകയാണ്. ഈ മൈക്രോ ബ്ലേഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു പെർഫെക്ഷൻ ദിവ്യ ഉദ്ദേശിച്ച സാധനം വരാത്തത് കൊണ്ടാണ് വീണ്ടും അതിനെ റിനോവേറ്റ് ചെയ്ത് ദിവ്യ ഉദ്ദേശിച്ച സാധനത്തിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ഭയങ്കര പ്രൊഫഷണലിസത്തോടു കൂടിയാണ്. ഞാൻ പറയില്ല, ദിവ്യയുടെ പ്രൊഫഷൻ വേറെ ആയിട്ട് പോലും ദിവ്യയ്ക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ദിവ്യ ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത ചെയ്യുന്ന ജോലിയോടുമുണ്ടേ. പിന്നെ ദിവ്യയ്ക്ക് ചെറിയ രീതിയിൽ ക്ലോത്തിങ്ങും ജുവലറി ബിസിനസ്സും ഒക്കെ അതിൻ്റെ സൈഡിലുണ്ട്. എല്ലാം കൂട്ടി നടത്തുന്ന ഒരാളാണ് കേട്ടോ ദിവ്യ പഠിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളിലാണ് കൂടുതലും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാണ് ഈ നെയിൽ എക്സ്റ്റൻഷൻ, നെയിൽ ആർട്ട്, പിന്നെ മൈക്രോ ബ്ലേഡിങ്, പിന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളിൽ ദിവ്യ കുറച്ച് കൂടുതൽ അതിന് ഇത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്, പക്ഷെ അതിന് കുറച്ചുകൂടെ കൂടുതൽ ദിവ്യ ഇറങ്ങിച്ചെന്ന് കുറച്ച് കൂടുതലായിട്ട് പഠിച്ചു. ഞാൻ ഇത്രയും പുകഴ്ത്തി പറയാനുള്ള കാരണം എനിക്ക് അവർ ചെയ്യുന്ന വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളോടുള്ള ഒരു കസ്റ്റമറിനോട് അവർ പെരുമാറുന്ന രീതി ഞാൻ പറഞ്ഞിട്ടില്ലേ, പല സ്ഥലങ്ങളിലും ഇപ്പം നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയാലും അവിടുത്തെ ഫുഡ് മോശമാണെങ്കിൽ തന്നെ അവിടുത്തെ ആൾക്കാർ നമ്മളോട് പെരുമാറുന്ന രീതിയിൽ നമുക്ക് വീണ്ടും അവിടെ പോകാനായിട്ട് തോന്നും. ചില സ്ഥലങ്ങളിലെ ഭക്ഷണം നല്ലതാണെങ്കിൽ കൂടിയും അവർ നമ്മളോട് പെരുമാറുന്നത്, സ്റ്റാഫുകൾ നമ്മളോട് പെരുമാറുന്നത് വളരെ റൂഡായിട്ടായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനേ തോന്നത്തില്ല. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റെല്ലാം ഉള്ള ആളാണ് ദിവ്യ. കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്നറിയാം, ചെയ്യുന്ന ജോലിയോട് നല്ല ആത്മാർത്ഥതയുണ്ട്, ചെയ്യുന്നതെല്ലാം നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് മുന്നേ ഞാൻ നെയിൽ ആർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. കുറച്ച് റീൽസിലൊക്കെ പല സാധനങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു ഐഡിയ ഒക്കെ ഞാൻ ദിവ്യയോട് പറഞ്ഞപ്പോൾ ദിവ്യ എന്നോട് ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ എൻ്റെ കൈക്ക് ഭംഗിക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ദിവ്യ നെയിൽ കണ്ടിട്ടേ പറഞ്ഞു, അയ്യോ ഇതിൽ ഇനി കട്ട് ചെയ്യാനൊന്നും ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് എക്സ്റ്റൻഷൻ നെയിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും നീളം ലെങ്ത്ത് വേണ്ട, എനിക്ക് വളരെ കുറച്ച് മതി. അപ്പം ദിവ്യ പറഞ്ഞു ചെയ്യുന്നവരെല്ലാവരും നല്ല നീളത്തിനാണ് ചെയ്യുന്നത്, നല്ല നീളത്തിന് ചെയ്താലും നമുക്ക് വർക്ക് ചെയ്യാനും ആർട്ട് ചെയ്യാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് വളരെ നെയിൽ കുറച്ച് മതി, ഒട്ടും തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വെച്ച നെയിലിനെ മാക്സിമം കട്ട് ചെയ്ത് വളരെ ഷോർട്ടാക്കിയിട്ടാണ് ചെയ്തത്. കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, കിച്ചണിലൊക്കെ ആകുമ്പോൾ വർക്ക് ചെയ്യുമ്പോഴും വാഷ് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഇത് കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം എനിക്ക് ഇഷ്ടമല്ല, വലിയ നെയിൽ എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള കുഞ്ഞു നെയിലും ഒരു ന്യൂഡ് ഷെയ്ഡിലെ നെയിൽ പോളിഷ്, അതിൽ അധികം ഡിസൈനേ വേണ്ട എന്നുള്ളൊരു പ്ലാനിലാണ് പോയത്. പക്ഷേ എനിക്കെന്തോ അപ്പോൾ ദിവ്യ ഒരു ഡിസൈൻ ഇങ്ങനെ കാണിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ ഇങ്ങനെ എൻ്റെ മുകളിൽ ചെറുതായിട്ട് സിമ്പിളായിട്ട് കൊടുത്തപ്പോൾ എനിക്കിഷ്ടമായി. പിന്നെ അതുകൂടെ ചെയ്തു കേട്ടോ. ദിവ്യ നെയിലൊക്കെ വെച്ച് നോക്കിയിട്ട് എൻ്റെ നെയിലിന് മാച്ചാവുന്നൊന്നുമില്ല കേട്ടോ. കാരണം എൻ്റെ നെയിൽ അത്രയും കുഞ്ഞു നെയിലാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അത് കാലിലായാലും കയ്യിലായാലും നഖം വളർത്തുന്ന കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഭയങ്കര സോഫ്റ്റാണെന്നോ തൊട്ടാൽ ഇങ്ങനെ ഒടുങ്ങി പോകുന്ന ടൈപ്പാണ്. ഒരു വിധത്തിലാണ് ഞാൻ ലെഫ്റ്റ് സൈഡിലെ നെയിലിനെ എങ്ങനെയും വളർത്തി വെക്കുന്നത്. അതൊരു പരിധി കൂടുതൽ വളരത്തുമില്ല, അതൊടുങ്ങി പോവുകയും ചെയ്യും. റൈറ്റ് സൈഡിലാണെങ്കിൽ ഒട്ടും വളരത്തില്ല, ഒരു ശകലം പോലും നെയിലേ ഇല്ല. റൈറ്റ് സൈഡിൽ കുറച്ചൊന്ന് പൊടിച്ച് വരുമ്പോഴേക്കും
പൊടിച്ച് വരില്ല, ഇങ്ങനെ ജസ്റ്റ് പിള്ളേരുടെ ഒക്കെ കയ്യിലുണ്ടാകുമ്പോഴത്തെ കുഞ്ഞു നഖമില്ല, അത്ര പോലും വരത്തില്ല, അതിന് മുന്നേ ഒടുങ്ങി പോകും. അത്രയും മോശം നെയിലാണ് എനിക്ക്. സത്യമായിട്ട് അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ലെഫ്റ്റ് ഹാൻഡിലെങ്കിലും നല്ല നെയിലുണ്ടായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു എന്നോ. കാലിലൊക്കെ ചിലർ നല്ല വളർത്തിയിട്ട് നല്ല റെഡ് കളർ നെയിൽ പോളിഷൊക്കെ ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ അയ്യോ എനിക്ക് കൊതിയാവും. പക്ഷേ എൻ്റെ കാലിൽ വളർത്താൻ നോക്കിയാൽ വളരത്തില്ല, വൃത്തികേടായിട്ട് അതങ്ങ് ഒടുങ്ങി പോകും. എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് നെയിൽ. പക്ഷേ ഇത് എക്സ്റ്റൻഷൻ വെച്ചപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ കുറച്ച് നെയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഈ റൈറ്റ് സൈഡിലെ ഹാൻഡിൽ വെച്ചപ്പോൾ എനിക്കെന്തോ ഒരു സാധനം അഡീഷണലായിട്ട് വെച്ചൊരു ഫീൽ, ഇങ്ങനെ കുത്തും പോലെയൊക്കെ എനിക്ക് തോന്നും. കാരണം ആ കയ്യിൽ ഞാനിത് ഉപയോഗിച്ച് ശീലം ഇല്ലാത്തത് കൊണ്ട് അതിൽ വെച്ചിട്ടൊരു സുഖം കിട്ടുന്നില്ല. പക്ഷേ ലെഫ്റ്റ് ഹാൻഡിൽ വെച്ചിട്ട് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. റൈറ്റ് ഹാൻഡ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് നഖം വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട്. എന്തായാലും സംഭവം ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഈ പ്ലേറ്റിൽ നഖം കയറി ഇങ്ങനെ സ്ക്രാച്ച് ആകുമ്പോൾ വല്ലാതെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്തും സംഭവിച്ച് ഇളക്കി കളയില്ല. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. നെയിലെന്ന് പറയാൻ ജസ്റ്റ് ഒന്ന് വച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പോയിട്ട് വരുന്നത് വരെ ഈ നെയിൽ അവിടെ തന്നെ ഉണ്ടാവണേ ദൈവമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഓരോരുത്തരുടെ നെയിൽ ഡിപ്പെൻഡ് ചെയ്ത് ആയിരിക്കും ആ ഒരു നെയിൽ എത്ര നാൾ നിൽക്കുന്നത് എന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എൻ്റെ നഖത്തിന് വലിയ കട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതെപ്പോൾ വേണോ ഇളവിക്ക് പോവാം എന്നൊരു ഇത് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ദിവ്യ ഇത് വെച്ച് തന്നത്. ആദ്യം ഗമ്മൊക്കെ വെച്ച് ഒട്ടിച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ എന്തോ ഒരു പൗഡർ ഫോമിൽ, എനിക്ക് എന്തൊക്കെ ദിവ്യ എൻ്റെ പേര് പറയുന്നുണ്ട് കേട്ടോ, എനിക്കിതിൻ്റെ ABCD അറിയത്തില്ല. ഒരു പൗഡർ ഫോമിൽ ഒരു ജെല്ല് കണക്കൊരു സാധനമൊക്കെ വെച്ച് വീണ്ടും അതിനെ ഫിക്സ് ചെയ്ത് ഭയങ്കര ഇതായിട്ടാണ് അത്. ആക്ച്വലി അത് കണ്ടാലും നമ്മൾ ആർട്ടിഫിഷ്യൽ നെയിലാണെന്ന് പറയില്ല, ഒറിജിനൽ നെയിൽ പോലെ തന്നെ. അത് പെട്ടെന്നൊന്നും ഇളകി പോകില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്, ഫിക്സ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ദിവ്യയുടെ സലൂണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. നമ്പറും കാര്യങ്ങളും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഒരുപാട് സർവീസസും കാര്യങ്ങളൊക്കെ നല്ല പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ട്രിവാൻഡ്രത്ത് ചെങ്കോട്ടുകോണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. റോഡ് സൈഡിൽ തന്നെയാണ്, എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിനായാലും ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ വണ്ടി ഇടാൻ സ്ഥലം കിട്ടാതെ നമ്മൾ തെണ്ടി തിരിഞ്ഞു പോകും. പക്ഷേ ഇവിടെ ശരിക്കും കാറോ സ്കൂട്ടറോ ബൈക്കോ എന്ത് വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നല്ല ഒരു സലൂണാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിതൊരു ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അത്രയും ആത്മാർത്ഥതയോടെ പറയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോവാം. ബ്രൈഡൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. വേറൊരു സ്ഥലത്ത് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാക്സ് ചെയ്യാനും ത്രെഡ് ചെയ്യാനും കൂടി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ വിളിക്കും. അപ്പോൾ എല്ലായിടത്തും ഓടിയെത്തണമല്ലോ, അതുകൊണ്ട് ഓരോന്നും ഓരോ സ്ഥലത്ത് ചെയ്യും. ഇവിടെ ത്രെഡിങ്ങും വാക്സിങ്ങും ഇല്ലാത്തത് കൊണ്ടല്ല അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഞാൻ അവിടെ ഓൾറെഡി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകണം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ബിസി ഡേ ആണ്. രാവിലെ കുറേ ജോലികൾ വീട്ടിലുണ്ടായിരുന്നു. ചോറും കറികളും ഒക്കെ വെച്ചിട്ട് നേരെ ഞാൻ ദിവ്യയുടെ അടുത്തേക്ക് വന്നു. ഇത് കഴിഞ്ഞ ഉടനെ നേരെ വീട്ടിൽ പോകണം. ഇത് ഒരു 2 hours എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഇനി അവിടെ നിന്നാണ് എനിക്ക് അടുത്ത സലൂണിൽ വാക്സ് ചെയ്യാനും ത്രെഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് പണികളെല്ലാം കഴിഞ്ഞു. ഇനി കളർ സെലക്ട് ചെയ്ത് നമുക്ക്, അതായത് നെയിൽ പോളിഷിൻ്റെ കളർ സെലക്ട് ചെയ്യണം. എനിക്കിതിലാകെ കൺഫ്യൂഷൻ ഏതെടുക്കണമെന്നുള്ളത്. ദിവ്യ പറഞ്ഞു, ദിവ്യയ്ക്ക് പേഴ്സണലി ഇഷ്ടം ലൈറ്റ് ഷെയ്ഡ്സാണെന്ന് പറഞ്ഞു. എനിക്കും പേഴ്സണലി ലൈറ്റ് ഷെയ്ഡ്സാണ് ഇഷ്ടം. പക്ഷേ നെയിൽ ആർട്ടൊക്കെ നെയിൽ എക്സ്റ്റൻഷനൊക്കെ ചെയ്തിട്ട് നല്ല ആർട്ട്പരമായിട്ട് ചെയ്യണോ അതോ ലൈറ്റ് ഷെയ്ഡ് കൊടുത്താൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൂടി ഒരു കൺഫ്യൂഷൻ. അങ്ങനെ ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത്. അതിൻ്റെ കളറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ സ്കിന്നുമായിട്ട് ഓൾമോസ്റ്റ് മാച്ചായിരിക്കുന്ന ഒരു കളർ കേട്ടോ. ഒരു എന്ത് കളർ, ഒരു പേസ്റ്റൽ എന്തോ ഒരു കളർ. അത് നെയിലിട്ടിട്ട് ദിവ്യയുടെ നെയിലിട്ട് എനിക്ക് കാണിച്ചു തന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നെയിലിട്ടിട്ട് അത്രയും ഭംഗി എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്തായാലും ആദ്യം ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി. പിന്നെ എനിക്കെന്തോ മാച്ചാവാത്ത പോലെ ഫീൽ ചെയ്തു. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ദിവ്യ പറഞ്ഞു, ഒരു കുഞ്ഞ് ലൈൻ, ഗ്ലിറ്ററിങ് ലൈൻ ഇട്ട് തരാം, അപ്പോൾ ഒന്ന് നോക്കി ഒരെണ്ണത്തിൽ നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ലൈൻ ഇട്ടപ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ.
എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഇത് തന്നെയാണ് അറിയരുത് നമ്മൾ ലിപ്സ്റ്റിക് എന്ന് നെയിൽ പോളിഷ് ഇട്ടേക്കുന്നതെന്ന് അറിയാത്ത രീതിയിലുള്ള നെയിൽ തന്നെ നോക്കി, പക്ഷേ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ഒരു ഗ്ലിറ്റർ ലൈന് കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ആ ഒരു എന്താണ് ഒരു റെഡ് എന്തോ ഒരു കളറിൽ ഗോൾഡൻ കളറിൽ വരുന്നൊരു ഗ്ലിറ്റർ സൈഡിലൊരു കുഞ്ഞു ലൈൻ കാണത്ത് പോലും ഇല്ല കേട്ടോ. ആ രീതിയിൽ വന്നപ്പോൾ ഒരു ഒരു പ്രത്യേക ഭംഗി. അത് ദിവ്യയുടെ ഐഡിയ ആയിരുന്നു. എന്തായാലും എനിക്ക് ആ ഒരു സംഭവം വന്നപ്പോൾ മൊത്തത്തിൽ ഇഷ്ടമായി. വെറുതെ പ്ലെയിനായിട്ട് ഇട്ടപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതായിട്ട് അറിയില്ല. ആ ഒരു ഗ്ലിറ്റർ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി. അത് വീഡിയോയിൽ എത്ര കിട്ടുന്നു എന്നെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല അത്രയും ഭംഗി വീഡിയോയിൽ കിട്ടുന്നു എന്ന്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനത് എങ്ങനെയൊക്കെ വീഡിയോയിൽ എടുത്ത് കാണിക്കാൻ നോക്കിയിട്ട് ആ ഒരു ഭംഗി വീഡിയോയിൽ കിട്ടുന്നില്ല. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും ദിവ്യയുടെ സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാം പേജും എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഉറപ്പായിട്ടും ചെങ്കോട്ട് കോണത്ത് DS മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ നിങ്ങൾ പോവാം. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എൻ്റെ തറവാട് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റെയിൻ സ്റ്റൈൽ. ഇവിടെയാണ് ഞാൻ എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുക്കാൻ വരുന്നത്. അപ്പം ഞാൻ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വാക്സിംഗ് ആണ്. ഫേസ് വാക്സ് ആണ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഫേസിൽ ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നോട് അവർ ടോട്ടൽ 6 സെഷൻ വേണമെന്ന് പറഞ്ഞു. 5 സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് എന്തൊക്കെ മാറ്റം വന്നു എന്ന് ചോദിച്ചാൽ, ടു ബി ഫ്രാങ്ക്, എനിക്ക് വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും വന്നില്ല. ഇനി അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. സ്പോട്ട്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിനിക്കിലാണ് ഞാൻ പോയിട്ടുള്ളത്. പക്ഷേ നല്ല തിക്കായിട്ടുണ്ടായിരുന്ന, എനിക്ക് താടിയിലൊക്കെ ഭയങ്കര ഗ്രോത്തിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ രോമങ്ങൾ ഭയങ്കര തിക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്ലക്കർ വെച്ച് പ്ലക്ക് ചെയ്ത് കളയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ലേസർ റിമൂവൽ, ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം ആ തിക്കായിട്ട് വരുന്ന ആ ഒരു ഹെയറിൻ്റെ ഗ്രോത്തൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കേട്ടോ. പക്ഷേ ഈ കുഞ്ഞ് കട്ടി കുറഞ്ഞ ഹെയർ ഉണ്ടല്ലോ, അത് സ്റ്റിൽ എൻ്റെ ഫേസിൽ തന്നെ ഉണ്ട്. കവിളിലും ഈ മീശയുടെ ഭാഗത്തുമൊക്കെ ഉള്ള കുഞ്ഞ് കട്ടി കുറഞ്ഞ ഹെയർ വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വരുന്നുമുണ്ട്. അതെൻ്റെ ഫേസിൽ തന്നെ ഉണ്ടും താനും. മറ്റ് കട്ടിയുള്ളത് നല്ല രീതിയിൽ അതിൻ്റെ ഗ്രോത്ത് പോയിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഇനി ഒരു സെഷൻ കൂടി എനിക്ക് ബാക്കിയുണ്ട്. ഈ കുഞ്ഞു ഹെയറിൻ്റെ ഗ്രോത്തിൽ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. താടിയുടെ ഭാഗത്തൊക്കെ അവിടെ ഇവിടെ ഓരോന്ന് തിക്കായിട്ടുണ്ടായിരുന്നതിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് പറയാനുള്ള റിവ്യൂ. സ്പോട്ട്ലെസ് എന്ന് പറഞ്ഞ ക്ലിനിക്കിലാണ് ചെയ്തത്. അവിടുത്തെ ചെയ്തതിൻ്റെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. അതോ ഇങ്ങനെ തന്നെയാണോ എല്ലാവർക്കും ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലെന്നും എനിക്കറിയില്ല. ഇനി ഒരു സെഷൻ കൂടെ ഉണ്ട്, ഞാൻ അതുകൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഞാൻ കരുതി ഒന്ന് വാക്സ് ചെയ്യാം. എപ്പോഴും അവർ റേസർ വെച്ച് ചെയ്തിട്ടാണ് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ കരുതി ഒന്ന് വാക്സ് ചെയ്ത് നോക്കാം. വാക്സ് ചെയ്ത ശേഷം എങ്ങനെയാണ് ഹെയറിൻ്റെ ഗ്രോത്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വാക്സ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്കങ്ങനെ ഭീകര താടിയും മീശയൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു. താടിയിൽ അവിടെ ഇവിടെ ഓരോ രോമങ്ങൾ കട്ടിക്ക് തന്നെ ഉണ്ടായിരുന്നു വൃത്തികേടായിട്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ എന്തായാലും വാക്സ് ചെയ്യാൻ റിമൂവൽ ട്രീറ്റ്മെൻറ്റ്, ഹെയർ റിമൂവൽ ലേസർ എടുക്കാമെന്ന് കരുതിയത്. പക്ഷേ അതിൽ എനിക്ക് വലിയ വ്യത്യാസം കണ്ടില്ല. എങ്കിലും ആ തിക്കായിട്ടുള്ള ഹെയർ പോയതിൽ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒന്ന് വാക്സ് ഇവിടെ ചെയ്ത ശേഷം ഞാൻ കറക്റ്റ് റിസൾട്ട് പറയാം. അതിൽ ഹെയർ ഗ്രോത്ത് ഇനി ചിലപ്പോൾ കുറഞ്ഞാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഈ ലേസർ ചെയ്ത ശേഷം ഈ തിക്കായിട്ടുള്ള ഹെയർ എനിക്ക് 1-2 പ്രാവശ്യം വീണ്ടും വന്നു. പക്ഷേ അത് വളരെ പതുക്കെയാണ് വന്നത്. അതിങ്ങനെ ഈ പ്ലക്കർ വെച്ച് 2 പ്രാവശ്യം എടുത്ത ശേഷം എനിക്ക് വലിയ രീതിയിൽ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ പ്ലക്ക് ചെയ്ത് വന്നാൽ പിന്നെ ഗ്രോത്ത് കുറയും എന്നുള്ളൊരു തോട്ട് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാക്സ് ചെയ്യാനായിട്ട് വന്നത്. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, വെയിലത്തൊന്നും ഇറങ്ങിയാൽ എൻ്റെ 2 കവിളും ബൾബ് കണക്കായി കറുത്ത പാടുമൊക്കെ വീണ് ഭയങ്കര വൃത്തികേടാവാറുണ്ട്. അതുകൊണ്ട് വാക്സിങ് ഞാൻ അത്രയും അത്യാവശ്യം, ചീമയുടെ എൻഗേജ്മെൻറ്റിനാണ് ഞാൻ ഒരു പ്രാവശ്യം വാക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവളുടെ കല്യാണത്തിനും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ വാക്സ് ചെയ്യാറുള്ളൂ. അത്രയും സെൻസിറ്റീവ് സ്കിന്നാണ്. കാരണം അത് കഴിഞ്ഞിട്ട് എൻ്റെ കവിളിലെല്ലാം ആട്ടാമ്പുഴു ആട്ടിയതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാണ്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇതൊരു പരീക്ഷണമാണ്. ഇത് ഒരു പക്ഷേ ഇപ്പം ഞാൻ ചെയ്തിട്ട് ചിലപ്പോൾ ഗ്രോത്ത് ഹെയർ കുറഞ്ഞാലോ, അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്തെല്ലാം പരീക്ഷണങ്ങളല്ലേ ദൈവമേ. ഈ ഹെയർ ഞാൻ ലേസർ ചെയ്തെടുത്തുനിന്ന് അവർ പ്ലക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഒരു 1.5 മാസത്തിൽ കൂടുതലാവും ഞാൻ ലേസർ ചെയ്തിട്ട്. എനിക്ക് സമയം കിട്ടിയില്ല, പോകാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ഗ്രോത്താണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് അതിലൊന്നും വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്കിതൊന്ന് പരീക്ഷിച്ചിട്ട് കറക്റ്റുള്ള റിവ്യൂ ഞാൻ പറയാം. എന്തായാലും അനു വാക്സ് പൊള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ തിരുമല കുശങ്കോട് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള സ്റ്റേ ആൻഡ് സ്റ്റൈലിലാണ് ഞാൻ വന്നിട്ടുള്ളത്. തിരുമലയിൽ നിന്നും പേയാടേക്ക് പോകുമ്പോൾ കുശങ്കോട് അമ്പലം ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ ഗോ ഫിഷിൻ്റെ തൊട്ടും മുകളിലായിട്ടാണ് സ്റ്റേ ആൻഡ് സ്റ്റൈൽ വരുന്ന യൂണിസെക്സ് സലൂണാണ്. ഇവിടുത്തെ എല്ലാ സർവീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്ന് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. അപ്പോൾ ഇന്നും ഇവിടെ വന്നു. എനിക്ക് നല്ല രീതിയിൽ വാക്സ് ചെയ്ത് തരുന്നുണ്ട്. അധികം പെയിനൊന്നും വലിയ രീതിയിലില്ല. നല്ല വാക്സൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. വാക്സിൻ്റെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല, എനിക്കറിയില്ല കേട്ടോ. ത്രെഡിങ്ങും ചെയ്തു. എനിക്ക് ത്രെഡിങ് ആവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. ഇത് ഒരു പരീക്ഷണമാണ്. ഇനി ഹെയർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ സമയം തന്നെ ചെയ്യാമെന്ന് കരുതി. കാരണം നമ്മൾ നാളെ പോകുമല്ലേ, അപ്പോൾ ഒന്ന് വൃത്തിക്കും മെനക്കൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതി. ഇനി ചിലപ്പോൾ ഞാൻ ഈ വാക്സ് ചെയ്തെടുത്ത് എനിക്ക് കുരു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ സ്കിന്ന് ഭയങ്കര ഇതാണ്. ഒരു സൈഡിൽ നിന്നൊക്കെ എടുത്തപ്പോഴേക്കും എല്ലാ സൈഡിലും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ അയ്യോ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ, ഇനി ചെയ്യരുതേ, വാക്സ് ചെയ്യരുതേ, പ്ലീസ് 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 എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, ചെയ്യില്ല. ഇത് ഒരു ലാസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് എന്ന് ഞാനിങ്ങനെ അനുവിനോട് പറഞ്ഞായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ മുഖമെല്ലാം ആട്ടാമ്പുഴു ആട്ടിയതുപോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ വാക്സ് ചെയ്തൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റേസറൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മുഖത്തൊരു ഗ്ലോ വരുന്നതാണ് കേട്ടോ. ഒരു നാച്ചുറൽ ഗ്ലോ വരും. കാരണം മുഖത്തൊരു ഹെയറും കാര്യങ്ങളൊക്കെ ഉള്ളത് പോകുമ്പോൾ ഒരു പ്രത്യേക ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വരും. ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. പക്ഷേ അതിപ്പം നിങ്ങളെ ഞാൻ കാണിച്ചാൽ നിങ്ങൾ പറയും അയ്യോ ഇതെന്താ ശ്രീകുട്ടിയുടെ മുഖം. അപ്പം ഞാൻ ഈ പൊങ്ങിയിരിക്കുന്ന സാധനങ്ങൾ, അതായത് ആട്ടമ്പുഴു ആട്ടിയതുപോലെ ഇരിക്കുന്നതെല്ലാം താഴ്ന്ന് മുഖം ഒന്ന് വൃത്തിയായ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി ഞാനിവിടെ നേരെ വീട്ടിൽ പോയി അതെല്ലാം താഴ്ന്ന ശേഷം ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണിച്ചു തരത്തുള്ളൂ കേട്ടോ. എന്തായാലും വാക്സിങ് അടിപൊളിയായിട്ട് ചെയ്തു, ത്രെഡിങ്ങും അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് ഇവിടെ ത്രെഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എത്ര ഇതുണ്ടെങ്കിലും ഞാൻ അനുവിൻ്റെ അടുത്ത് വന്നിട്ടേ ത്രെഡ് ചെയ്യത്തുള്ളൂ. ത്രെഡിങ്ങും കഴിഞ്ഞു, വാക്സിങ്ങും കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ഞാൻ ഈ മുഖം ഒന്ന് സെറ്റായ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ മുഖത്തിൻ്റെ ഭീകരത. എന്തായാലും ഇപ്പം തന്നെ ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന് സെറ്റായ ശേഷം കാണിച്ചു തരാവേ. സോ ഇതാണ് ഞാൻ വാക്സ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ എൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നും ഇവിടെയൊക്കെ തടിച്ച് നിന്നത് മാറിയിട്ട് ഇത് നാളെ ആവുമ്പോൾ ഓക്കെ ആവും. ഇന്നിപ്പോൾ കുറച്ച് സമയം കൂടി ഇങ്ങനെ നിൽക്കും. ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞെടുക്കാൻ നിന്നാൽ ലൈറ്റ് പോകും. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് പോകുന്നതിന് മുന്നേ വീഡിയോ എൻ്റെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വാക്സിൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ DS മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. സ്റ്റേ ആൻഡ് സ്റ്റൈലിൻ്റെ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തേക്കാവേ. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. നാളെ മുതൽ നമ്മുടെ യാത്രയ്ക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഹെയർ വാഷ് കൂടി ഉണ്ട്, അത് നാളെയാണ്. അപ്പം നാളെ മുതൽ അങ്ങോട്ടുള്ള വീഡിയോകളെന്ന് പറയുന്നത് നമ്മുടെ യാത്രാ വിശേഷങ്ങളായിരിക്കും. എവിടെയായി ഏതാന്നൊക്കെ ഉള്ളത് വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് ഇടാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം 11 മണിക്ക് തന്നെ ഇടാൻ ശ്രമിക്കാം. 11 മണിക്ക് കണ്ടില്ല എങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കാം, അതുകൊണ്ടാവാം. ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എന്തായാലും പോകുന്ന എല്ലാ വിശേഷങ്ങളും ഞാൻ എപ്പോഴായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ കഴിയാണ്. പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.